ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി. പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ രീതിയിൽ എന്റെ നിത്യജീവിതത്തിൽ സാധ്യമാവുന്ന എല്ലാ മാറ്റങ്ങളും ഞാൻ വരുത്തുന്നതാണ്. അതോടൊപ്പം എന്റെ കുടുംബം, സുഹൃത്തുക്കൾ, സഹജീവികൾ എന്നിവരെ പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തുടർച്ചയായി ബോധവൽക്കരിക്കാൻ ദത്താശ്രദ്ധനായിരിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. സ്നേഹിക്കുന്നു. അതോടൊപ്പം ലഹരി പദാർത്ഥങ്ങളെ വെറുക്കുന്നു. ലഹരി വസ്തുക്കൾ മാലിന്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. യാതൊരുവിധ ലഹരി വസ്തുക്കളും എന്റെ വീടിനോ പരിസരത്തോ ഉണ്ടാകാതിരിക്കാൻ ഞാൻ സദാ ശ്രദ്ധാലുവായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനും എന്റെ ജീവിതശൈലിയെ പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിൽ സജ്ജമാക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ലഹരി ഉപയോഗം ഒഴിവാക്കി പരിസ്ഥിതിയോടും സമൂഹത്തോടും ഉത്തരവാദിത്തോടെ ഞാൻ പെരുമാറുന്നതുമാണ്. ലഹരിമുക്തം, മാലിന്യമുക്തം. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കാ. Every each year, a motto is chosen for the World Environmental Day. So this year's motto is "Beat the Plastic." Plastic is seen everywhere, in our home, our schools, and in the streets we walk. It's our duty to protect our nature from these harmful materials. Plastic was once known as a miracle material. It was cheap, durable, and available in multiple places. But now it is a pollution for our environment. 4 million kilograms of plastics are produced worldwide, and only 9% of them are recycled. The rest is dumped on land, streets, and oceans or lakes. This kills almost 10 lakh marine lives per year. And the plastic doesn't disappear. It only breaks down into smaller particles called microplastics. And that microplastics are found in our food, water, blood, and even in the air we breathe. So it's our duty to recycle the plastics and reduce the use of single-time use plastics like bags and
water bottles. ഒരു 100 തൈകൾ നിറഞ്ഞു നടന്നു